ഹലോ, വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. അടുത്തൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷനൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ടാകും. അപ്പോൾ ഐഫറിൻ്റെ ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസ്, ക്വസ്റ്റ്യൻസ് ഒക്കെ ലഭിക്കാൻ ഐഫറിൻ്റെ തന്നെ ഗൈഡൻസ് ഗ്രൂപ്പ് ഉണ്ട്. പേപ്പർ 1 നിങ്ങൾക്ക് ഈ ഒരു കോഡ് സ്കാൻ ചെയ്ത് ജോയിൻ ചെയ്യാം. അതേപോലെ അറബിക്കിൻ്റെ സ്പെഷ്യലായിട്ടുള്ളൊരു ഗൈഡൻസ് ഗ്രൂപ്പുണ്ട്. നിങ്ങൾക്ക് 2ലേക്കും ജോയിൻ ചെയ്യാൻ ഈ കോഡൊന്ന് സ്കാൻ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കഷൻ നടത്തുന്ന വിഷയം യൂണിറ്റ് 2 തന്നെയാണ്. കഴിഞ്ഞ സെഷനുകളിലൊക്കെ നമ്മൾ യൂണിറ്റ് 2 ആദ്യ ഭാഗം മുതൽ ചർച്ച ചെയ്തിരുന്നു. അതിൽ മക്കാമാത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. ഈ ഒരു സെഷനിൽ നമ്മൾ മക്കാമാത്തിൽ വരുന്ന അടുത്ത ആൾ, 2 പേരാണ് മക്കാമാത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്, ബദിഉസ്സമാൻ ഹമദാനിയും ഹരീരിയും. ഈ ഒരു സെഷനിൽ നമ്മൾ ഹരീരിയെ കുറിച്ചിട്ടാണ് ഡിസ്കഷൻ നടത്തുന്നത്. ഹരീരി ഹിജ്റ 446 മുതൽ 516 വരെയായിരുന്നു ഹരീരിയുടെ ജീവിത കാലയളവ് എന്ന് പറയുന്നത്. അഥവാ 5-ാം നൂറ്റാണ്ടിൻ്റെ ഏകദേശം മധ്യകാലഘട്ടത്തിൽ ജനിച്ചവരാണ് ഹരീരി. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്താണ്? അബൂ മുഹമ്മദ് അൽ ഖാസിം ഇബ്നു അലി അറബിസ്യുൻ സമീമുൻ മിൻ ബനി ഹറ. അപ്പോൾ യഥാർത്ഥ അറബി തന്നെയാണ് ആര്? നമ്മുടെ ഹരീരി. അദ്ദേഹത്തിൻ്റെ പേര് അൽ ഖാസിം എന്നുള്ളതാണ്, അബൂ മുഹമ്മദ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കുനിയത്ത്. ഉലിദ ഫി ഖറിയത്തി സക്ക ഫിൽ മഷാൻ മിൻ ലവാഹി അൽ ബസറ. ബസറയുടെ ഭാഗത്തുള്ള മഷാനിലെ സക്ക എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഹരീരി ജനിക്കുന്നത്. വ നശഅ ബിൽ ബസറ. അദ്ദേഹം വളരുന്നതും എവിടെ തന്നെയാണ്? ബസറയിലാണ്. നമ്മൾ ബസറയിൽ ഒരുപാട് ആളുകളുണ്ടല്ലോ, നമ്മൾ ഫറസ്ദഖ്, അതേപോലെ ജാഹിദ്, അങ്ങനെ ഒരുപാട് ആളുകൾ ബസറയുമായിട്ട് ഒക്കെ ബന്ധമുള്ള ആളുകളാണ്. വ തലഖ അൽ ഉലൂമ അല ഉലമാഇഹ. ബസറയിലെ തന്നെ പണ്ഡിതന്മാരിൽ നിന്നാണ് ഹരീരി വിജ്ഞാനം കരസ്ഥമാക്കുന്നത്. ലുഖിബ ബിൽ ഹരീരി. അദ്ദേഹത്തിന് ഹരീരി എന്ന സ്ഥാനപ്പേര് ലഖബ് ലഭിച്ചിട്ടുള്ളത് ലിഅന്നഹു കാന ഫി അവ്വലി അംരിഹി യബിഉൽ ഹരീറ. അദ്ദേഹം ആദ്യകാലത്ത് പട്ടുവിൽപ്പന നടത്താറുണ്ടായിരുന്നു. വ കാനൽ ഹരീരി മിൻ ദവിൽ യസാർ ഫഖദ് കാന യംലുകു ഫിൽ ബസറ 18,000 നഖ്ല. അദ്ദേഹം എന്തായിരുന്നു? സമ്പന്നനായിരുന്നു. അദ്ദേഹത്തിന് ഉടമസ്ഥതയിൽ എത്ര ഉണ്ടായിരുന്നു? 18,000 നഖ്ല, 18,000 ഈത്തപ്പന അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം സമ്പന്നനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് അതിനെ തൊട്ടൊക്കെ ഉള്ള താല്പര്യം കുറഞ്ഞ്. എന്തുകൊണ്ടുള്ള താല്പര്യം? അറിവിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അദമ്യമായ താല്പര്യം ഈ സമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹത്തെ തിരിച്ചു കളഞ്ഞു. വർത്തഫഅത്ത് മൻസിലത്തുഹു. അദ്ദേഹത്തിൻ്റെ പദവി ഉയർന്നു. വന്തശറത്ത് ഷുഹറത്തുഹു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തി വർദ്ധിച്ചു അല്ലെങ്കിൽ പ്രചരിച്ചു. വസ്തുതാറത്ത് ഷുഹറത്തുഹു ഫി വുഖൂഫിഹി അല അസാലിബിൽ അറബ് വഹിഫ്ളിഹി ലി അഖ്ബാരിഹിം വഅശ്ആരിഹിം. അദ്ദേഹത്തിൻ്റെ നിലപാട് ഏത് വിഷയത്തിലായിരുന്നു? അറബികളുടെ ആ ഒരു ശൈലി, അവരുടെ കവിതകളൊക്കെ ആ രൂപത്തിൽ തന്നെ തുടർത്തി കൊണ്ടുവരിക എന്ന വിഷയത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ആ നിലപാട് അല്ലെങ്കിൽ ആ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി കൂടുതൽ വർദ്ധിച്ചു. അപ്പം അദ്ദേഹം സാമ്പത്തികമായി വലിയ ഉയർന്ന ഒരു നിലവാരത്തിലായിരുന്നുവെങ്കിലും അതിൽ നിന്ന് അദ്ദേഹം പിന്നീട് മാറി അദ്ദേഹത്തിൻ്റെ താല്പര്യം പൂർണ്ണമായിട്ടും അദബിൽ കേന്ദ്രീകരിച്ചു. ഫഖറബഹുൽ ഉമറാഉ വ അമ്മഹുൽ ഉദബാഉ. അദ്ദേഹത്തെ ഭരണാധികാരികളൊക്കെ അദ്ദേഹത്തെ മെല്ലെ മെല്ലെ അടുപ്പിച്ചു. കാരണം അത്തരത്തിന് അദബിൽ അത്രയും മികവുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില രചനകളും ഒക്കെ അവരെ കുറിച്ച് പ്രശംസിക്കുകയൊക്കെ ചെയ്താൽ അത് അവർക്ക് ഉപകാരമല്ലോ. വ അമ്മഹുൽ ഉദബാഉ. സാഹിത്യകാരന്മാർക്ക് അദ്ദേഹത്തെ ലക്ഷ്യം വെച്ച് വന്നു. യസ്തഫീദൂന മിൻ ഇൽമിഹി വ യസ്തസീദൂന മിൻ അദബിഹി. അദ്ദേഹത്തിൻ്റെ വിജ്ഞാനത്തിൽ നിന്ന് നേടിയെടുക്കുവാനും അദ്ദേഹത്തിൻ്റെ സാഹിത്യം അവർക്ക് കൂടി പഠിച്ച് മനസ്സിലാക്കുവാനും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആരെ ലക്ഷ്യം വെച്ച് വരാറുണ്ടായിരുന്നു? സാഹിത്യകാരന്മാർ. വഖദ് അശാറ അലൈഹിൽ ഖലീഫ അൽ മുസ്തദ്ഹിർ അൻ യളഅ വകാഫഅഹു അൽ ഖലീഫത്തു അലൈഹ ശദീദൽ മുകാഫഅ. മുസ്തദ്ഹിർ എന്ത് ചെയ്തു? അദ്ദേഹത്തെ ഇഷാറത്ത് നടത്തുകയും അതേപോലെ അദ്ദേഹത്തിനെ കുറിച്ചിട്ടൊക്കെ ഒരു ചില സംഗതികൾ എഴുതാനുള്ള ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കുകയും ചെയ്തു. വലമ്മ തൂഫിയൽ മുസ്തദ്ഹിർ. അങ്ങനെ മുസ്തദ്ഹിർ മരണപ്പെട്ടപ്പോൾ, അപ്പം മുസ്തദ്ഹിറിൻ്റെ കൂടെ അദ്ദേഹം ഉണ്ടായി,
മുസ്തദിർ മരണപ്പെട്ടപ്പോൾ തറക്കൽ ഹരീരി ബഗ്ദാദ് വിട്ടു. ഓ റജാ ഇലൽ ബസറ, വീണ്ടും അദ്ദേഹത്തിന്റെ ജന്മദേശം ആ ഭാഗമായിരുന്ന ബസറയിലേക്ക് മടങ്ങി വന്നു. ഫഉയ്യിന ഫിഹാ സ്വാഹിബൽ ഖൈർ ഐ മാ യുശ്ബിഹു സ്വാഹിബ മസ്ലഹത്തിൽ ഇസ്തിഅമാലാത്ത് ഇല അൻ തൂഫിയ. 516 അദ്ദേഹം മരണപ്പെടുന്നത് വരെ മസ്ലഹത്തുൽ ഇസ്തിഅമാലാത്ത് ഈ ഒരു തസ്തികയിൽ അദ്ദേഹം നിയമിക്കപ്പെട്ടു. സ്വാഹിബുൽ ഖൈർ അഥവാ സ്വാഹിബു മസ്ലഹത്തുൽ ഇസ്തിഅമാലാത്ത് എന്ന് പറയുന്ന തസ്തികയിൽ അദ്ദേഹം എന്ത് ചെയ്തു? നിയമിക്കപ്പെട്ടു. അപ്പൊ 516 അത് മരണപ്പെടുന്നത്. അദ്ദേഹം മുസ്തദിറിന്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം മരണപ്പെട്ട ശേഷമാണ് വീണ്ടും ബഗ്ദാദിൽ നിന്ന് ബസറയിലേക്ക് തിരിച്ചു വരുന്നത്. അവിടെ സാഹിബുൽ ഖൈർ എന്ന് പറയുന്ന ഒരു തസ്തികയിൽ അദ്ദേഹം അവരോധിതനാവുകയും ചെയ്തു. കാനൽ ഹരീരി ദമീമൻ ഖസീറൻ ബഖീലൻ ഖദിറസൗബ്, ഒരു മുഖവില്ലാത്ത വളരെ ചെറുപ്പക്കാരിൽ കൃഷഗാത്രനായിരുന്നു, ലുബ്ധനായിരുന്നു, വസ്ത്രമൊക്കെ അഴുക്ക് പിടിച്ച ഒരാളായിരുന്നു. മുഅലംബിനത്തി ലഹിയത്തിഹി അൻദ തഫ്കീർ, ചിന്തിക്കുന്നൊക്കെ സമയത്ത് ഇങ്ങനെ താടിയൊക്കെ ഒരു ദുർഗന്ധമൊക്കെ ഉണ്ടാകും. അങ്ങനെ ശാരീരികമായിട്ടോ അല്ലെങ്കിൽ വസ്ത്രം ഇങ്ങനെ ബാഹ്യമായ സൗന്ദര്യ ബോധങ്ങളിലൊന്നും എത്ര താല്പര്യനല്ലായിരുന്നു അദ്ദേഹം. ഫഅലഹുല്ലാഹു മിൻ ദാലിക ബിറാഇ അദബിഹി, പക്ഷെ അദ്ദേഹത്തിന് ഇതിന് അള്ളാഹു വലിയ പകരം നൽകിയിട്ടുണ്ട്. എന്ത്? അദ്ദേഹത്തിന്റെ സാഹിത്യത്തിൽ അത്രയും തെളിമ അല്ലെങ്കിൽ ഉഷാറ്. വസ്ത്രത്തിലൊന്നും ആ ഉഷാറില്ലെങ്കിലും സാഹിത്യത്തിൽ അള്ളാഹു അദ്ദേഹത്തിന് അത്രയും ഉഷാറ് നൽകിയിട്ടുണ്ട്. സമ്പന്നനായിരുന്നു അദ്ദേഹം, എന്നിട്ടും അദ്ദേഹം 20-ലായിരുന്നു നടന്നിരുന്നത്. വലുതാലേക്ക് കാനൽ ഹദീസ് അൻഹു ഖൈറൻ മിനൻ നദീരി ഇലൈഹി, മൂപ്പരോടെ സംസാരിക്കുക, മൂപ്പരങ്ങനെ നോക്കി നിൽക്കുന്നത് അത്ര നല്ലതായിരിക്കില്ല. എന്ന് പറഞ്ഞാൽ അത്ര ഒരു താല്പര്യജനകമായ രൂപത്തിലായിരിക്കില്ല, അല്ലെങ്കിൽ ആ ഒരു ഭാവത്തിലായിരിക്കില്ല അദ്ദേഹം ഉണ്ടാവുക. അതുകൊണ്ട് സംസാരിക്കാം, പക്ഷെ അദ്ദേഹത്തെ കാണാതിരിക്കലായിരിക്കും നല്ലത്. അതിനൊരു എക്സാമ്പിളോട് പറയാണ്. സമീഅ ബി ശുഹറത്തിഹി റജുലുൻ ഗരീബ്, വേറെ നാട്ടിലുള്ള ഒരാൾ ഇദ്ദേഹത്തിന്റെ പ്രശസ്തിയൊക്കെ കേട്ടറിഞ്ഞു. ഫജാഅഹു ബിതലഖിൻ അൻഹു അൽ അദബ്, അദബ് സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു. ഫലമാ റാഹു ഉസ്തസ്റ ശക്ലഹു, ഇദ്ദേഹത്തിന്റെ രൂപം കണ്ടപ്പോൾ അയാൾക്ക് ഒരു വിമ്മിഷ്ടം. ഫഹിമൽ ഹരീരി അങ്ങനെ കാര്യമൊക്കെ മനസ്സിലാക്കി. എന്നിട്ട് എഴുതി വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഹരീരി അദ്ദേഹത്തോട് പറയുന്നൊരു കവിതയുണ്ട്. ഫലമ്മൽ തമസമിൻഹു ഐ യുംലിയ അലൈഹി, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരാൻ അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ കാല ലഹു, ഹരീരി അദ്ദേഹത്തോട് പറഞ്ഞു, എഴുതി വെച്ചോ. അൻത അവ്വലു സാരിൻ ഗറഹു ഖമറു വറായിദുൻ അജബത്തുഹു ഖംറത്തുദ്ദമിനി, നീ ചന്ദ്രനെയൊക്കെ ഇങ്ങനെ മികവ് നൽകിയ ആദ്യത്തെ ഒരാളൊന്നല്ല നീ, അതേപോലെ ഈ കറുത്ത ഇത് വലിയ അത്ഭുതമായിരുന്ന ആദ്യത്തെ ആളൊന്നല്ല നീ. അപ്പൊ ഇദ്ദേഹത്തിന് ഹരീരിയെ കണ്ടപ്പോൾ ഒരു താല്പര്യക്കുറവുണ്ടായി എന്നുള്ളത് ആർക്ക് മനസ്സിലായി? ഹരീരിക്ക് മനസ്സിലായി. അപ്പൊ ആ ഒരു രൂപത്തിൽ എന്താകുകയാണ്, ഹരീരി അദ്ദേഹത്തോടും പ്രതികരിക്കുകയാണ്. എന്നിട്ട് അടുത്ത വരിയിലൊക്കെ അദ്ദേഹം അത് പറയുകയും അദ്ദേഹം തിരിച്ചു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഹരീരിക്ക് അത് ഒട്ടും ഇഷ്ടമായില്ല, അദ്ദേഹത്തെ ഒരു അവഗണിക്കുന്ന അല്ലെങ്കിൽ ഒരു മോശം രീതിയിലുള്ള ഒരു പെരുമാറ്റം എന്ന് പറയുന്നത്. അപ്പൊ ഷിറുഹു കനസരിഹി ഫിൽ കൽഫി ബിൽ ബദീർ, അദ്ദേഹത്തിന്റെ കവിത അദ്ദേഹത്തിന്റെ നസർ പോലെ തന്നെയാണ്. ഏത് വിഷയത്തിൽ? ബിൽ ബദീഇ വൽ ഇനായത്തി ബിൽ ലഫ്ലി മിൻഹു വളഅ മിൻഹു കസീറൻ ഫി സനായാൽ മഖാമാത്ത് വജമഅത് ഫി ദീവാനിൻ ഖാസിൻ. അപ്പോൾ അദ്ദേഹം കൂടുതലായിട്ടും എഴുതിയിട്ടുള്ളത് ഏത് ഫന്നിലാണ്? മഖാമാത്ത് എന്ന് പറയുന്ന ഫന്നിലാണ് അദ്ദേഹം കൂടുതലായിട്ടും എഴുതിയിട്ടുള്ളത്. ആ മഖാമാത്തിന്റെ ഇടയിൽ എന്തുണ്ട്? കുറെ കവിതകൾ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു പ്രത്യേകമായിട്ടുള്ള ദീവാനിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. കാനൽ ഹരീരി കാത്തിബൻ മുക്സിറൻ വശാഇറൻ, അങ്ങനെ കേട്ടോ വേണ്ടത്. അദ്ദേഹം കൂടുതലായിട്ട് എഴുതുന്ന ഒരാളായിരുന്നു. കാത്തിബ മുക്സിറിൻ വശായിറ മുക്കലിൻ, വളരെ കുറച്ച് മാത്രം കവിത എഴുതുന്ന ആളായിരുന്നു. ആരെ പോലെ? ബദീ സമാൻ ഹമദാനിയെ പോലെ. അദ്ദേഹത്തിന്റെ കവിത കുറവും ഗദ്യം കൂടുതലുമായിരുന്നു. വഹുവ മിൻ സാഖത്ത് അത്ബാഇ ഇബ്നുൽ അമീദ്, ഇബ്നുൽ അമീദിന്റെ ഒരു ഫോളോവേഴ്സ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഇബ്നുൽ അമീദ് നമ്മുടെ കിതാബത്ത് അവസാനിച്ചത് ഇബ്നുൽ അമീദിലൂടെ ആണെന്നൊക്കെ പറയുന്നുണ്ടല്ലേ. അബ്ദുൽ അമീദിൽ തുടങ്ങി ഇബ്നുൽ അമീദിൽ അവസാനിച്ചെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ശൈലി തുടർത്തി വന്നിട്ടുള്ള ഒരാളായിരുന്നു നമ്മുടെ ഹരീരി. കനഹദ അസ്ഹാബിൽ മഖാമാത്ത്, മഖാമാത്തിന്റെ വക്താവായിരുന്നു. വലഹു 50 മഖാമതൻ നസജഹ അലാ മിൻവാലി മഖാമാത്തിൽ ഹമദാനി, ഹമദാനിയുടെ മഖാമ പോലെ ഇദ്ദേഹത്തിനും ആ ഒരു ശൈലി എത്രണ്ട്? 50 മഖാമകളുണ്ട്. 50 മഖാം. നമുക്ക് ബദീസമാൻ്റെത് അറിയാം. ബദീസമാൻ്റെ നമ്മൾ പറഞ്ഞിരുന്നു 51, 52, 53 വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് അല്ലേ. ഷൗഖി ലൈഫിനും അതേപോലെ സയ്യാത്തിനും ഫാഖൂരിക്ക് 3 പേർക്ക് 3 അഭിപ്രായമുള്ള വിഷയമാണ് ബദീസമാൻ്റെ മഖാമുകളുടെ എണ്ണം എന്ന് പറയുന്നത്.
ഫുനൂനിൽ അദബ് അംസാലിൽ അറബിലെ അദ്ദേഹത്തിൻ്റെ ആ ലുഗത്ത് അദബ് മസലുകൾ ഇതൊക്കെ ആ ശൈലിയിൽ അദ്ദേഹം കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. വഹിയ തറവി അല ലിസാനിൽ ഹാരിസ് ഇബ്നു ഹമ്മാം വബത്തലുഹ അബൂ സെയ്ദ് അസ്സറൂജി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ മക്കാമുകൾ അതിൻ്റെ റാവി ആരാണ്? ഹാരിസ് ആണ്. അതിൻ്റെ ബത്തൽ അബൂ സെയ്ദ് അസ്സറൂജിയുമാകുന്നു. ഓക്കെ, അപ്പോൾ ഏത് മക്കാമുകൾക്കും ഒരു റാവി ഉണ്ടാവും, ഒരു ബത്തലും ഉണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മക്കാമകളിൽ രണ്ടുപേരാണുള്ളത്. ഒന്ന് ബദീഅ്, രണ്ട് ഹരീരി. ഈ മക്കാമകൾക്ക് എന്തുണ്ടാകും? ഒരു റാവി ഉണ്ടാകും. അതേപോലെ എന്തുണ്ടാകും? ഒരു ബത്തലും ഉണ്ടാകും. ബദീഉസ്സമാന്റെ റാവി ആരാണ്? ഈസയാണ്. ഹരീരിയുടേത് ആരാണ്? ഹാരിസാണ്. ബദീന്റെ ബത്തലാരാണ്? അബുൽ ഫത്ഹ് ഇസ്കന്ദരിയാണ്. അതേപോലെ ഹരീരിയുടെ ബത്തലാരാണ്? അബൂ സെയ്ദ് അസ്സറൂജിയാണ്. അപ്പോൾ ഇതൊക്കെ മുമ്പത്തെ ചില സെഷനിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ബദീഅ്, ഈസ, ഇതാണ് റാവിമാരെ തമ്മിലുള്ള ഐന്. ഹരീരി, ഹാരിസ്. ഐന് ഇതാണ് രണ്ടുപേരുടെയും റാവിമാരുടെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ബത്തൽ നോക്കുമ്പോൾ ഈ ബദീഉസ്സമാനാണ് തുടങ്ങിയിട്ടുള്ളതാണ്, മക്കാമ തുടങ്ങിയത്. അപ്പോൾ ഫത്ഹ് അല്ലേ, തുടക്കക്കാരൻ ആരാണ്? നമ്മുടെ ബദീഉസ്സമാൻ. അപ്പോൾ അബുൽ ഫത്ഹ് അദ്ദേഹത്തിനാണ്. പിന്നെ ഹരീരി സറൂജി ആ ഒരു വസന് പോലെയുള്ള സാമ്യതയിൽ നോക്കുകയും ചെയ്യാം. ഇത്രയും ആണ് അവരുടെ റാവി ബത്തല് തമ്മിലുള്ള ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ നമ്മൾ നോക്കേണ്ടത്. ഇനി ബദാൽ ഹരീരി തൈലീഫ ഹിജറ 495 ഹരീരി അത് ആരംഭിക്കുന്നത്. കുറഞ്ഞ വർഷങ്ങളെ കൊണ്ട് അദ്ദേഹത്തിന്റെ മക്കാമുകൾ പൂർത്തീകരിക്കുകയും ചെയ്തു. വ തദൂറു മഖാമാത്തുൽ ഹരീരി ബി മുജ്മലിഹ ഹൗലൽ കിദിയ വബ്തിസാസ് ഇൽമ ലം തുരീഖത്തിൽ ഹീല. ഈ മോഷണം കുതന്ത്രത്തിലൂടെയൊക്കെ സമ്പത്ത് ഇതാക്കിയെടുക്കുക, ഇങ്ങനത്തെ വിഷയങ്ങളാണ് അദ്ദേഹത്തിന്റെ മക്കാമുകളുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഫഖദ് തർജമ അക്സറു മിൻ 20 മുസ്തശ്രിഖ മിനൽ ഫറൻസിയ്യൻ വൽ അൽമാൻ വൽ ഇംഗ്ലീസ്. ഇംഗ്ലീഷ്, ജർമ്മൻ, ഫ്രഞ്ച്, ഓറിയന്റലിസ്റ്റുകളൊക്കെ 20-ലധികം ആളുകൾ എന്തായിട്ടുണ്ട്, അതിന്റെ ട്രാൻസ്ലേഷൻ നിർവഹിച്ചിട്ടുണ്ട്, വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇനി ഹരീരിയുടെ രചനകൾ ഏതൊക്കെയാണ്? ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ദുറത്തുൽ ഖവാസ് ഫി ഔഹാമിൽ അഖ്വാസ് എന്ന് പറയുന്നതാണ്. അത് കിതാബുൻ ബയ്യന ഫി ഔഹാമൽ കുത്താബാട്ടോ, എഴുത്തുകാരുടെ ഊഹങ്ങൾ അല്ലെങ്കിൽ അവരുടെ വഹമുകൾ അതുപോലെ അദ്ദേഹം വിവരിക്കുന്നുണ്ട്, അവരുടെ തെറ്റ് വിവരിക്കുന്നുണ്ട്. ലഫ്ലുകൾ, സ്ട്രക്ചർ, ഇതൊക്കെ ഉപയോഗിക്കുന്നതിലുള്ള അവരുടെ ഫാൾട്ടുകൾ. അപ്പോൾ ഒരർത്ഥത്തിൽ അതെന്തെന്നെയാണ്, ഒരു നിരൂപണാത്മകമായിട്ടുള്ള ഒരു നഖദിന്റെ കൂടി ഗ്രന്ഥമാണത്. മിൽഹത്തുൽ ഇറാബ് അത് കിതാബുൻ മംദൂമുൻ, അത് കവിതയാണ്, ഗദ്യമല്ല, പദ്യരൂപത്തിലുള്ളതാണ്. നെഹവിലെ തുടക്കക്കാർക്ക്, ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളതാണ്. ഇനി ഷറഹ് മിൽഹത്തുൽ ഇറാബ് ഉണ്ട്. ഇനി മജ്മൂ മിന റസായിൽ അഖവിയ, അങ്ങനെ ഒരു റസായിലിന്റെ സമാഹാരവും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇത്രയും രചനകളാണ് ഹരീരിക്ക് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പോൾ മഖാമാത്തിൽ വരുന്ന ഹരീരി എന്ന് പറയുന്ന രണ്ടാമത്തെ വരെയും നമ്മൾ ഡിസ്കഷൻ നടത്തി കഴിഞ്ഞു. അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വിശദമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ മറ്റു സ്ഥലങ്ങളിൽ ചെയ്യാത്തും അതേപോലെയുള്ള ഉമ്മാത്തിക്കെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് വായിക്കുന്നതാണ്. അടുത്തൊരു സെഷൻ വരേക്കും താങ്ക് യു.